OnePlus 13 വീഡിയോ ഇട്ടിടുമ്പോൾ കുറേ പേര് ഒരുപാട് ഡൗട്ട്സ് ആയിട്ട് എടുത്ത് വരുന്നുണ്ടായിരുന്നു. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫോൺ ഹൈലൈറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കോമ്പാക്ട് സൈസ് ആണ്. ദ ലുക്ക് ഈസ് കിഡ്ലം, ദ ഡിസൈൻ ഈസ് കിഡ്ലം. ആ കാര്യത്തിൽ ദിസ് ഇസ് എ പെർഫെക്റ്റ് ഫോൺ. ഹോൾഡ് ചെയ്യുമ്പോൾ നല്ലൊരു സോളിഡ് ഫീൽ ആണ്, ബോക്സി ഡിസൈൻ ആണ്. അലേർട്ട് സ്ലൈഡറിന് പകരം ഇവിടെ ഒരു പ്ലസ് കീ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കസ്റ്റം ചെയ്ത് ഏത് സെറ്റിംഗ്സ് വേണമെന്നുള്ളത് കൊടുക്കാൻ പറ്റും. ഡിസ്പ്ലേ ഓൾസോ വെരി നൈസ് 128 LTPO AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ചിപ്സെറ്റിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ദ ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് സ്നാപ്ഡ്രാഗന്റെ 8 Elite 3 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ് വരുന്നത്. സ്റ്റോറേജ് വരുമ്പോഴത്തേക്ക് UFS 4.0 ആണ്. നിങ്ങൾക്ക് 256 512 GB അവൈലബിൾ ആണ്. 12 GB റാം കിട്ടുന്നുണ്ട്, DDR5X. അതുപോലെ ഒരു കോമ്പാക്ട് ഫോണിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത്. 5850 mAh ഒരു ബാറ്ററി കിട്ടുന്നുണ്ട്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു 1.5 ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. 80 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജിംഗ് അഡാപ്റ്റർ ബോക്സിൽ തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ ക്യാമറയുടെ കാര്യത്തിലേക്ക് പോകാം. ഞാനിപ്പോൾ OnePlusന്റെ 13S വീഡിയോ ഷൂട്ട് സെൽഫി ക്യാമറയിലാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ക്യാമറയെ കുറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്യാമറയാണ്. 50 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറയാണ് വരുന്നത്. ഒരു പ്രൈമറി ക്യാമറയും പിന്നെ ഒരു ടെലിഫോട്ടോ ക്യാമറയും. അതിനകത്ത് ടെലിഫോട്ടോയ്ക്കകത്ത് നമുക്ക് 2x ഒപ്റ്റിക്കൽ സൂമും വരുന്നുണ്ട്. പിന്നെ 2 ക്യാമറയിൽ, അതായത് റെയർ ക്യാമറയിലാണെങ്കിലും ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. മെയിൻ ക്യാമറയിൽ 4K 60 FPS സെൽഫി ക്യാമറയിൽ 4K 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. സെൽഫി ക്യാമറ 32 മെഗാ പിക്സലാണ്. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്കൈസെൽ ഫോണിൽ കൊണ്ട് അവിടെ പോയാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.